നമസ്കാരം. മലയാള സിനിമയിലെ ഹാസ്യ സാമ്രാട്ടായ താങ്കൾ ബാസി ചേട്ടൻ എങ്ങനെയാണ് ഈ സിനിമാ ഫീൽഡിലേക്ക് വരാനുള്ള ഒരു ഐഡിയ തോന്നിയത്, അല്ലെങ്കിൽ ഒരു പ്രചോദനം കിട്ടിയത്? കഴിഞ്ഞ 27 കൊല്ലമായിട്ട് ഞാൻ രംഗത്തുണ്ട്. 1961 ഞാൻ ആദ്യമായിട്ട് മലയാള സിനിമയിൽ ചേർന്നത്. മുടിയനായ പുത്രൻ എന്ന് പറഞ്ഞൊരു സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് വേഷമെടുത്തത്. അപ്പോൾ അന്ന് തൊട്ട് എങ്ങനെയോ ഞാനൊരു ഫലിത നടനായിട്ട് ഇതിനകത്ത് കടന്നുകൂടേണ്ടതായിട്ട് വന്നു. അത് എന്നെ ഒരു ഫലിത നടൻ്റെ ജോലി സംവിധായകനെ ഏൽപ്പിച്ചത് എനിക്ക് തോന്നുന്നു എൻ്റെ പാരമ്പര്യം കൊണ്ടായിരിക്കും. എൻ്റെ അച്ഛൻ E.V. കൃഷ്ണനുള്ള ഒരു ഫലിത സാഹിത്യകാരനും ഒരു ഫലിതം ഇഷ്ടപ്പെടുന്ന ഒരാളുമായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ എന്നുള്ള നിലയ്ക്ക് ഫലിതം എന്ന് പറയുന്ന ജോലി എന്നെ ഏൽപ്പിച്ചു. ഞാൻ എന്തുകൊണ്ടൊരു ജോലി ഏറ്റെടുത്തു എന്ന് വെച്ചാൽ, ആളുകളെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ വിഷമം പിടിച്ചൊരു കാര്യമാണ്. ആളുകളെ കരയിച്ച് എന്തെങ്കിലും കാര്യം സാധിക്കുക എന്ന് പറയാൻ വളരെ എളുപ്പമാണ്. ഇത് മാത്രവുമല്ല, പുണ്യം ചെയ്തവർക്ക് ചിരിപ്പിക്കാനും ചിരിക്കാനും സാധിക്കുള്ളൂ. അതിന് പ്രത്യേക ഒരു സിദ്ധി വേണം. അപ്പോൾ അങ്ങനെ ഈ രസങ്ങളിൽ രാജാവായ ഈ ഫലിത രസം കൈകാര്യം ചെയ്യാനുള്ളതായ ഒരു പാരമ്പര്യവും ഒരു സിദ്ധിയും ഒരു സരസ്വതി വിലാസവും ഒരു ഭാഗ്യവും എനിക്കുണ്ടായപ്പോൾ അത് ഒന്ന് പ്രയോഗിച്ച് നോക്കാം. പ്രയോഗിച്ച് ഈ മലയാള സിനിമ, ഞാൻ മറ്റു രീതിയിൽ പരീക്ഷയായ യോഗ്യത ഉള്ള ഒരാളാണെങ്കിലും ഈ ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് ഈ രംഗത്ത് കയറി പറ്റിപ്പിടിച്ച് ഈ രംഗം ഒന്ന് കീഴടക്കണം എന്നെനിക്കൊരു വാശി തോന്നി. അങ്ങനെ ശരിക്കും പറയുകയാണെങ്കിൽ ചെറുതും വലുതും ആയ ഒരു 100-800 സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, വേഷങ്ങൾ എടുത്തിട്ടുണ്ട്. അതിൽ മിക്കവാറും മുൻതൂക്കം എൻ്റെ ഫലിത കഥാപാത്രങ്ങൾക്കാണ്. ആഹാ, ത്രിമൂർത്തികൾ മാതിരിയല്ലേ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. എന്റെ മഹാഭാഗ്യം. ഈ മഹാഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവും. അതാണ് പഞ്ചവടിയുടെ മഹാത്മ്യം. ഇരിക്കണം. അത് പാടില്ലേ, ആ കസരോട് കഴിയുന്നോ? ഇനി കാര്യങ്ങൾ നടക്കട്ടെ. പേര് കല്യാണി. കല്യാണി. കല്യാണി പിടിച്ചില്ലെങ്കിൽ ഭൈരവി, നീലാംബരി, കാമ്പോരി, എന്ത് വേണമെങ്കിലും ആകാം. മാഷ രാഗത്തിന്റെ പേരാണെന്നാ നിരീക്ഷത്. അതല്ല, മാഷയുടെ സാക്ഷാത് പേരെന്താണ് ചോദ്യം. KT അപ്പുണ്ണി മാഷ് കല്ലുവെട്ടാങ്കുഴി, ഇവിടെ ചമ്പക്കുള AOPO, കേരള സ്റ്റേറ്റ്. ഞാൻ ഗൗരവമുള്ള കഥാപാത്രങ്ങളും എടുത്തിട്ടുണ്ട്. ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് അഭിനയത്തെ പറ്റിയുള്ള എൻ്റെ വിവക്ഷ എന്തെന്ന് വെച്ചാൽ, ഏത് വേഷം കൊടുത്താലും അത് അഭിനയിക്കാൻ കഴിവുള്ളവനായിരിക്കും നടൻ. ഏത് വേഷം കൊടുത്താലും അത് അഭിനയിക്കാൻ ആ നടന് കഴിവുണ്ടായിരിക്കണം. അതുകൊണ്ട് ഒരു കൊല്ലം എനിക്ക് ഈ ഏറ്റവും വലിയ ഫലിത നടൻ എന്നും പറഞ്ഞ് സർക്കാരിൻ്റെ അവാർഡ് കിട്ടുന്ന ഒരു വലിയ സദസ്സിൽ ഞാൻ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു, മേലാൽ ഈ നടനെ ഈ അവാന്തര വിഭാഗത്തിൽ പെടുത്തുന്നതിന് ഇഷ്ടമല്ല. ഏറ്റവും നല്ല നടൻ അല്ലെങ്കിൽ ഏറ്റവും നല്ല നടി എന്ന് 2 വിഭാഗമേ ഉള്ളൂ. അപ്പോൾ അന്ന് എനിക്ക് സമ്മാനം നൽകിയ അന്നത്തെ മുഖ്യമന്ത്രി ചോദിച്ചു, ഈ രീതിയിലുള്ളതായ ഒരു അവാർഡ് ഭാവിയിൽ വാങ്ങിക്കാൻ ഉള്ള കഴിവ് അല്ലെങ്കിൽ ഒരു സാമർഥ്യം അടൂർ ഭാസിക്ക് കാണിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചു. അടുത്ത കൊല്ലം തൊട്ട് ഞാൻ ഏറ്റവും വലിയ നടൻ്റെ 2-3 കൊല്ലത്തെ അവാർഡുകൾ വാങ്ങിച്ചു. ബാസി ചേട്ടൻ സിനിമാ ഫീൽഡിൽ വന്നതിനെ കുറിച്ച്
കുടുംബക്കാർക്ക് എന്തെങ്കിലും വിരോധമോ എന്തെങ്കിലും എതിർപ്പ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങളുടെ തിരുവനന്തപുരത്ത് ഉള്ള ഒരു ഒരു ചിട്ട എന്തെന്ന് വെച്ചാൽ ശ്രീപത്മനാഭൻ്റെ 10 കാശ് വാങ്ങിക്കുക. അതായത് എന്തെങ്കിലും സർക്കാർ ഉദ്യോഗം, എന്തെങ്കിലും ഉദ്യോഗത്തിൽ കൂടെ ശമ്പളം വാങ്ങിച്ച് ജീവിക്കുക എന്നുള്ളൊരു പാരമ്പര്യം, അന്നൊരു വിശ്വാസം അച്ഛന്മാർക്കും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ അമ്മയുടെ വീടായ തിരുവനന്തപുരത്ത് അത് കൂടുതലായിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നുമില്ലാതെ വ്യത്യസ്തമായ ഒരു രംഗത്ത് കടന്നുകൂടി പ്രസിദ്ധനാവണം എന്നുള്ള ഒരാഗ്രഹം എനിക്കുണ്ടായി. തുടക്കകാലത്തിൽ അമ്മയ്ക്കുമൊക്കെ വലിയ നിരാശയായിരുന്നു ഞാനൊരു പ്രചാരമുള്ള നടനായി തീരുന്നത് വരെ. അത് കഴിഞ്ഞ് ഞാനൊരു പ്രസിദ്ധനൊക്കെ ആയി, പത്രക്കാരും ആളുകളുമൊക്കെ ഞാൻ പ്രസിദ്ധനാണെന്ന് എഴുതി. എനിക്കും ഏറെക്കുറെയൊക്കെ തോന്നി. അങ്ങനെയായിരിക്കും അമ്മയ്ക്ക് വലിയ സന്തോഷം. പക്ഷേ അവസാനം വരെ എനിക്കൊരു അയോഗ്യത അമ്മ കൽപ്പിച്ചിരുന്നു. ഞാൻ ധാരാളം സിനിമയിൽ അഭിനയിച്ചെങ്കിലും എന്നോട് ചോദിച്ചു, ഗുരുവായൂരപ്പൻ സിനിമയിൽ അഭിനയിക്കാനുള്ള, എനിക്ക് ഗുരുവായൂരപ്പൻ എന്നുള്ള സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചില്ല. എന്തോ സാധിച്ചൊന്നും എല്ലാ സിനിമയിലും ഞാൻ അഭിനയിക്കാൻ, ഗുരുവായൂരപ്പൻ സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല. അപ്പോൾ ഗുരുവായൂരപ്പൻ എന്നുള്ള സിനിമയിൽ എൻ്റെ കുഞ്ഞെ നിനക്ക് അഭിനയിക്കാനുള്ള ഒരു അവസരം കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ അമ്മയ്ക്ക് അവസാനം വരെ വലിയ നിരാശയായിരുന്നു. അന്നത്തെ സിനിമയും ഇന്നത്തെ സിനിമയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ബാസ്ചേട്ടന് തോന്നിയിട്ടുണ്ടോ? ഞാൻ മലയാള സിനിമയിൽ കടന്നുകൂടിയ കാലത്ത് വളരെ അർത്ഥഗർഭമുള്ളതായ കുടുംബകഥകൾ സിനിമയാക്കുന്നതായ ഒരു പാരമ്പര്യമുള്ള സമയമായിരുന്നു. നല്ല നല്ല അന്നത്തെ പ്രസിദ്ധരായിട്ടുള്ള നോവലുകൾ, പ്രസിദ്ധരായിട്ടുള്ള സാഹിത്യകാരന്മാരുടെ നോവലുകൾ, പ്രസിദ്ധരായിട്ടുള്ള സാഹിത്യകാരന്മാരുടെ നാടകങ്ങൾ, കുടുംബകഥകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, മനുഷ്യബന്ധങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അമ്മ, മകൻ, സഹോദരൻ, ഭാര്യ, ഭർത്താവ്, കുഞ്ഞ്, അമ്മ, അച്ഛൻ എന്നൊക്കെയുള്ള ആ ബന്ധങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന കഥകളാണ് അന്ന് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ ആ ബന്ധങ്ങൾ ഇപ്പോൾ ലോകത്തില്ല. ഇപ്പോഴത്തെ ഈ തോക്കെടുത്ത് വെടിവെക്കുന്നതും മോട്ടോർ സൈക്കിളിൽ വന്നിറങ്ങുന്നതും ആളുകളെ കൊല്ലുന്നതും മോഷ്ടിക്കുന്നതും ബാങ്ക് കൊള്ളയിടുന്നതും അങ്ങനെയാണ് അഡ്വഞ്ചർ, അങ്ങനെയുള്ള സിനിമകൾ കാണാനാണ് ഇന്നത്തെ ടീനേജേഴ്സ് എന്നോ ജീൻസ് എന്ന് പറയുന്ന ആളുകൾക്ക് താല്പര്യം. പിന്നെ ഫലിതം എന്ന് പറയുന്നത് പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ എൻ്റെ ഈ തലമുറയിലുള്ള ആളുകൾ ഒരു ഫലിതം ആസ്വദിക്കുന്നതിൻ്റെ രീതിയിലല്ല ഇന്നത്തെ കുട്ടികൾ ഫലിതം ആസ്വദിക്കുന്നത്. അവർ ഈ കാർട്ടൂൺ ചിത്രങ്ങൾ, കാർട്ടൂൺ ഈ ടി വിയിലും മറ്റുമൊക്കെ ഈ കാർട്ടൂൺ പടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്നെപ്പോലുള്ള അല്ലെങ്കിൽ എൻ്റെ ആ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് അത് കണ്ട് രസിക്കാൻ സാധിക്കില്ല. നിലവിൽ കുട്ടികൾ രസിക്കുന്നു. അപ്പോൾ ഫലിതത്തിന് തന്നെ വ്യത്യാസം വന്നിട്ടുണ്ട്. പണ്ടത്തെ ഫലിതം കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളക്കഥകൾ വായിച്ച് ഞാൻ ചിരിക്കുന്നത് പോലെ ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളക്കഥകൾ വായിക്കുക ചിരിക്കാൻ. അന്നൊരു ഫലിതം പറഞ്ഞാൽ ആ ഫലിതത്തിനൊരു ഈട് വേണമായിരുന്നു. അത് ആലോചിച്ച് ചിരിക്കത്തക്ക രീതിയിലുള്ളതായ ഒരു ഈട് അന്നത്തെ ഫലിതത്തിനുണ്ടാകണമായിരുന്നു. ഇന്നത് വേണ്ട. കാരണം ആ ആലോചിച്ച് ചിരിക്കാനുള്ള സമയം ഇപ്പോഴത്തെ ആളുകൾക്കില്ല. ലോകം വളരെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ കണ്ടു, ഒന്ന് ചിരിച്ചു, ഒന്ന് പുഞ്ചിരിച്ചു പോവുക എന്നുള്ളതല്ലാതെ ഇരുന്നൊന്ന് ചിരിക്കുക, ഒന്ന് ആർത്തുല്ലസിച്ച് വയറൊക്കെ കുടുങ്ങി ഒന്ന് ചിരിക്കത്തക്ക രീതിയിലുള്ളതായ ഫലിതങ്ങൾ ഇപ്പം പറഞ്ഞാൽ ഏക്കില്ല. ഇപ്പോഴത്തെ അങ്ങനെ ഫലിതങ്ങൾ പറയുന്നവരില്ല, ഫലിതങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും കൂടി ഒരുമിച്ച് പ്രസവിക്കാൻ പോയതാണ് അത്ഭുതം. ഈ കണക്കിന് ഇനി നമ്മളൊക്കെ പ്രസവിക്കേണ്ടായിട്ട് വരുമോ? നമുക്ക് എന്റെ ഡോക്ടർമാരെ എടുത്തുണ്ടോ? നന്നായിട്ട് നെഞ്ച് നിറച്ച് രോഗം ഉണ്ടായിരുന്നാണല്ലോ, ഇപ്പൊ ഒന്നും കാണാനില്ല. സ്വഭാവത്തിന് വളരെ വ്യത്യാസവും മുടിയും നീണ്ടു. ചതിച്ചോ ഏറ്റവും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടുപോകാൻ ഏതെങ്കിലും കടയിൽ
ഇദ്ദേഹത്തിനാണ് രോഗം. എന്ത് രോഗമാണെന്ന് അറിഞ്ഞൂടാ, ഒരു വല്ലാത്ത രോഗം. ഡോക്ടർ, എന്റെ ശരീരത്തിൽ ആകെ അവിടെ ഒരു വേദന. പുരുഷന്മാര് ദേഹത്തോടുമ്പോ എന്തോ എന്നെ ഡോക്ടർ ഒന്ന് പരിശോധിക്കുന്നു. ശരി, വരൂ. ഒരു മുഴുനീള ഹാസ്യ ചിത്രത്തിന് നമ്മുടെ പ്രേക്ഷകര് എന്ത് റെസ്പോൺസാണ് തന്നിട്ടുള്ളത്? ഇതിപ്പോ മലയാള സിനിമയിൽ ഇതുപോലെ ഒരു മുഴുനീള ഹാസ്യചിത്രം ഉണ്ടായിട്ടില്ല. കാരണം ഈ സിനിമയോ നാടകമോ ഏത് കലാരൂപമാണെങ്കിലും ദുഃഖം ആസ്വദിക്കുന്നതിനാണ് നമ്മുടെ ഭാരതീയർക്ക് ഒരു കൂടുതൽ ആസ്വാദ്യത. ഇപ്പോൾ രാമായണം അല്ലെങ്കിൽ ഭാഗവതം ഇതെല്ലാം വളരെ കാലമായിട്ടേ ഇങ്ങനെ ആളുകൾ കണ്ട് രസിച്ചു പോകാൻ കാരണം അതിലെ ദുഃഖരംഗങ്ങൾ മാത്രമേ ഹൃദയസ്പർക്കായിട്ട് മാറുള്ളൂ. ആ ദുഃഖത്തിൻ്റെ ആ അംശം ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഫലിതം നേരത്തെ ഉണ്ടായിരിക്കണം. ഈ ഫലിതം ആസ്വദിക്കുക എന്ന് പറയുന്നതിൻ്റെ മനുഷ്യൻ്റെ ഒരു അംശമുണ്ടല്ലോ, അതാദ്യം ഒന്ന് അവനെ ചിരിപ്പിച്ചിരുത്തി കഴിഞ്ഞാൽ മാത്രമേ പിന്നെ ഈ ദുഃഖം അത് ആസ്വദിക്കാൻ സാധിക്കൂ. അപ്പോൾ ഈ ഭാരതീയൻ്റെ പ്രധാനമായ ഒരു സ്വഭാവവിശേഷം ദുഃഖം ആസ്വദിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് പെരിങ്ങാട്ടെന്ന് പറയുന്ന അടൂരത്തെ ഒരു വില്ലേജിലാണ്. അവിടുന്ന് 1.5 മൈൽ ദൂരം വേണം സിനിമ കാണാൻ പോകാനായിട്ട്. ഈ 1.5 മൈൽ സിനിമ കണ്ടിട്ട് രാത്രി ചൂട്ടും കെട്ടി പോരുമ്പോൾ ആ സംഘം മുഴുവൻ ആ രംഗത്തിനകത്ത് ആ സിനിമയിലുണ്ടായിരുന്ന വേദനയുള്ള അമ്മ വന്ന് ആ മകനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് ആ തലയിൽ അമ്മ ആ നെറ്റിയിൽ ആ ചന്ദനം ചാർത്തി കൊടുക്കുമ്പോഴത്തേക്ക് ആ കണ്ണ് നിറഞ്ഞ ആ അമ്മ വാസ്തവത്തിൽ ഈ രീതിയിൽ കഥകൾ പറഞ്ഞ് വീട് വരെ എത്താനായിട്ടുള്ള കഥ ഈ സിനിമയിൽ ഉണ്ടായിരിക്കണം. നേരെ മറിച്ച് ഫലിതരംഗങ്ങൾ എടുത്തു പറയാൻ സാധിക്കില്ല. അവർക്ക് ഉടനീളം അങ്ങനെ ഒരു കഥ പറഞ്ഞു പോകാനുള്ളതായ ഇതില്ല. അതുകൊണ്ട് ഭാരതീയരുടെ പ്രധാനമായ ഒരു ആസ്വാദ്യ വിശേഷം എന്ന് വെച്ചാൽ ഈ ദുഃഖമുള്ള രംഗങ്ങൾ ആസ്വദിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഉടനീള മുഴുചിത്രം മലയാള സിനിമയിൽ ഇന്ന് വരെ ആരും അതിനെപ്പറ്റി ആലോചിക്കാത്തതും അങ്ങനൊരു ചിത്രം വരാത്തതും. ഷൂട്ടിംഗ് സമയത്ത് ഡയറക്ടേഴ്സ് തരുന്ന സ്ക്രിപ്റ്റ് അതേപടി വാസുചേട്ടൻ പറയുകയാണോ, അതോ അതല്ലാതെ സ്വന്തമായിട്ട് ഉള്ള എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷനിൽ വാസുചേട്ടൻ ഡയലോഗ്സ് പറയാറുണ്ട്? അതിപ്പോൾ ഭാസ്കരന് മാത്രമല്ല, ഈ ഹാസ്യ കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്യുന്ന എല്ലാ നടീനടന്മാർക്കും അങ്ങനെ ഒരു ചെറിയ സ്വാതന്ത്ര്യം വിട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ജന്മസിദ്ധമായ ഒരു ഫലിതം അവരുടെ ഉണ്ടല്ലോ. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പം ഒന്ന് ഇമ്പ്രൂവൈസ് ചെയ്ത് ചേട്ടാ അല്ലെങ്കിൽ ബാസി അല്ലെങ്കിൽ സാറേ ഇതൊന്ന് ഇമ്പ്രൂവൈസ് ചെയ്ത് ഒന്ന് ആപ്പാടെ ഒന്ന് കൊഴിപ്പിക്കണം, അതിനൊരു രസവും കാര്യമൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്വാതന്ത്ര്യം എടുത്ത് അത് ചെയ്യാറുണ്ട്. ഞാനെന്നല്ല, ഈ രംഗത്ത് വേണ്ടിയിട്ടുള്ള ഞാനത് കുറച്ച് കൂടുതൽ പ്രയോഗിച്ചു നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ പണ്ട് ആദ്യകിരണങ്ങൾ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ഒരു നിമിഷകവിയുടെ ഒരു വേഷം എനിക്ക് കിട്ടി. എന്തെങ്കിലും ഈ പാട്ടുപുസ്തകം 1.5 ചക്രത്തിന് പാട്ടുപുസ്തകം നോക്കില്ല. അപ്പോൾ അത് വന്നപ്പോൾ മാസ്റ്റർമാഷ് പറഞ്ഞു എന്തെങ്കിലും ഒരു നിമിഷ കവിത വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചങ്ങനാശ്ശേരി എന്ന ചന്തയിലെ കല്ലോലത്തുള്ളിയാകും മെയിലെഴുന്ന മങ്കെ മെല്ലെ നടന്നു വാടി നല്ല പിസാണി വീട് ചങ്ങനാശ്ശേരി എന്ന ചന്തയിലെ. ഇത് പണ്ട് ഞങ്ങളുടെ നാട്ടിൻപുറത്തുണ്ടായിട്ടുള്ള ഒരു പാട്ടാണ്. ആ പാട്ട് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അതിനകത്ത് അത് ചേർത്ത് വിട്ടു. നമ്പൂരി എവിടെ നിന്ന് വരുന്നു? ഞാൻ നമ്പൂരിയല്ല, ഞാൻ വർമ്മയാണ്, രാമവർമ്മ. കോലത്തുനാട്ടിൽ നിന്ന് വരിക, അങ്ങ് വടക്കേ മലബാറിൽ നിന്ന്.
എങ്ങോട്ട് പോകുന്നു? ഞാനിവിടെ ചെമ്പശ്ശേരി കൊട്ടാരത്തില് ഒരു ജോലി അന്വേഷിച്ചു പോവുക. നല്ല സ്ഥലത്തേക്കാ പോകുന്നത്, നല്ല ജോലിയും കിട്ടും. കൊട്ടാരമല്ലേ, ആ ജോലി അന്വേഷിച്ച് പോകുന്നതുമല്ലേ, കൊലയെല്ലാം കയ്യിൽ നിൽക്കട്ടെ, സൗകര്യമായിട്ട് പോകാമെന്ന് കരുതി. ശരി. കൊലക്ക് എന്താ വിലയാ? 126 കായുണ്ട്. 17 രൂപ 30 പൈസ അങ്ങനെ കൊടുത്തേക്കാം. 30 പൈസ അങ്ങ് വിട്ടേറെ. 17 രൂപ തികച്ചു വാങ്ങിച്ചോണ്ട് കൊല തിരുമേനിക്ക് കൊടുക്കും. ഇവിടക്ക് തിരുമേനി 17 രൂപ തികച്ചു കൊടുത്താട്ടെ. വിട 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 വിട. ആണോ? 17 റുപ്യുണ്ട്. അല്ലേ, ഇത് രണ്ടും കൂടെ എടുത്തോണ്ട് നടക്കുന്ന ബുദ്ധിമുട്ടില്ല. ഇത് ഞാൻ എടുത്തോളാം. സാരമില്ല, ഞാൻ എടുത്തോളാം. കൊട്ടാരത്തിലേക്ക് ഇവിടെ എത്ര വഴിയുണ്ട്? തൊട്ടടുത്താന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ എടുത്തോളാം. ഞാൻ ഏതാ വഴി? ഏതാ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഒരു ഇടവഴിയാണ്. ഇടത്ത് വലത്തോട്ടോട്ട് അങ്ങ് തിരിഞ്ഞാവും. നമസ്കാരം ഒന്നും വേണ്ടപ്പോ. എടാ വർമ്മ, നീ നമ്മളെ ബർമ്മ വെച്ച് പറഞ്ഞല്ലോ. നിന്റെ പേഴ്സിലൊന്നും ഇല്ലെന്ന് മാത്രമല്ല, നമ്മുടെ പാക്കറ്റ് കട്ട് ചെയ്ത് പേഴ്സ് അടിച്ചു പറഞ്ഞല്ലോ. നീ അരക്കള്ളനുമല്ല, മുക്കാക്കള്ളനുമല്ല, മുഴുക്കള്ളനാണ്. സംസ്ഥാപരാണ്. മറക്കാനാവാത്ത എന്തെങ്കിലും ഒരു സംഭവം? മറക്കാനാവാത്തൊരു വലിയ സംഭവം എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ഞാനൊരു അവിവാഹിതനാണെന്നുള്ള വിവരം നമുക്കറിയാവില്ല. അത് നിങ്ങളെപ്പോലുള്ള പല സ്നേഹിതകളും സ്നേഹിതന്മാരും എനിക്കുണ്ടായിട്ടും ഒരു പെണ്ണെ ഇതുവരെ എനിക്ക് തിരഞ്ഞെടുത്ത് തരാനായിട്ട് നിങ്ങളൊന്നും ശ്രമിച്ചിട്ടില്ല, തന്നിട്ടുമില്ല. അതുകൊണ്ട് ഞാനിപ്പോഴും അവിവാഹിതനായിട്ട് തുടരുന്നുള്ളേ ഉള്ളൂ. എനിക്കൊരു സംബന്ധാലോചന വന്നു. അപ്പം ഞാൻ തിരുവനന്തപുരത്ത് ഇവിടുന്ന് ഷൂട്ടിങ്ങിന് പോവാണ്. ചോറ്റാനിക്കര ഭഗവതി എന്നോ ചോറ്റാനിക്കര അമ്മയെന്നോ ആണ് ആ എൻ്റെ പേര്. അപ്പോൾ ഞാൻ ഈ പെണ്ണ് എൻ്റെ വീട്ടുകാരോട് പറഞ്ഞു, ഇത്രാമത്തെ ദിവസം ഞാൻ തിരുവനന്തപുരത്തുണ്ടായിരിക്കുമെന്ന്. നിങ്ങൾ ആ സമയത്ത് തന്നെ വന്നാൽ കണ്ടാൽ നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാമോ? അപ്പോൾ എന്നെ കാണാനായിട്ട് ഈ പെണ്ണും പെണ്ണിൻ്റെ തന്തയും പെണ്ണിൻ്റെ തള്ളയും എല്ലാവരും കൂടി മെല്ലാൻ സ്റ്റുഡിയോയിൽ വന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ വേഷം ഒരു കഥകളി വേഷമാണ്. അപ്പോൾ ഇവരവിടെ വരാൻ പറഞ്ഞത് വൈകുന്നേരം 6 മണിക്ക്. എന്നെ ഒരു 3 മണിക്ക് കൊണ്ടുവന്ന് മേക്കപ്പ് റൂമിൽ കിടത്തി ചുട്ടി കുത്തി കഥകളിയിലെ വേഷം. കഥകളി വെളുപ്പാങ്കാലം 5 മണി വരെ ഈ പെണ്ണും ഈ തന്തയും ഈ തള്ളയും കൂടെ എൻ്റെ മുഖം എങ്ങനെ ഇരിക്കും എന്ന് കാണാൻ വേണ്ടി രാത്രി വെളുപ്പാങ്കാലം 2 മണി വരെ കാത്തിരുന്നു. എന്നിട്ടും കഥകളിയുടെ സീൻ തീർന്നില്ല. ഒടുക്കം നിരാശരായിട്ട് ആ പെണ്ണ് എൻ്റെ ഒറിജിനൽ ഫേസ് കാണാനൊക്കാതെ അങ്ങനെ പോയി. എൻ്റെ അങ്ങനെ സംബന്ധം മുടങ്ങിപ്പോയി. അങ്ങനെ ഒരു വളരെ വേദനയുള്ളതായ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഇരുന്നേ എടുക്കൂ. വേണ്ട, ഞാൻ തനിച്ചായിരുന്നു എന്ന്. ഇനി അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അച്ഛൻ കയറിയിരിക്കണം. ആ ഭദ്രകാളി കയ്യിലുണ്ടായിരുന്ന എല്ലാം തട്ടിയെടുത്തു. ഇപ്പൊ ചാപ്പാട് പോലും തന്നില്ല. ഇവിടെ വരുമ്പോഴാണ് നല്ല കാപ്പ് കുടിക്കുക. ഇതാ തികച്ചും 100 രൂപയുണ്ട്. നീ മഹാലക്ഷ്മി. ഗണപതി, என் பொண்ணை நல்லா பார்த்துக்கோ. நீ அவளுக்கு அண்ணன் மாதிரி தானே. സീരിയസ് റോളുകളെ സംബന്ധിച്ച് വാസുചേട്ടൻ്റെ അഭിപ്രായം എന്താണ്? ഹാസ്യ നടന് മാത്രമേ ഗൗരവമുള്ളതായൊരു വേഷം
അഭിനയിക്കാൻ സാധിക്കുള്ളൂ. നേരെ മറിച്ച് ഗൗരവ വേഷമുള്ള വേഷം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളിന് ഹാസ്യ വേഷം അഭിനയിക്കാനൊക്കെ ഇല്ല. ഞാനിപ്പോൾ ഒരു ചോദ്യം ചോദിക്കാൻ പോവാണ്, അതിന് ആൻസർ പറഞ്ഞേ പറ്റൂ. എത്ര വയസ്സായി ബാസ്ചേട്ടന്? വയസ്സ് ഞാൻ പറയുന്നു, കാരണം ഞാൻ ഒരു അവിവാഹിതനല്ലേ. ഇനിയും കല്യാണം കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കണ്ടില്ലേ, ഈ വിശാലമായ വീട്ടിനകത്ത് ഞാൻ ഒരേ ഒരാൾ അല്ലേ താമസിക്കുന്നത്. എനിക്ക് ഇനി ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വയസ്സ് പറയാം. എനിക്ക് ഇനിയും പടങ്ങൾ സംവിധാനം ചെയ്യണം. ഞാൻ കുട്ടികളുടെ പറ്റിയുള്ള ഒരു ചിത്രം സംവിധാനം ചെയ്യാനായിട്ട് ഞാൻ 1-2 പടങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ കമലഹാസൻ, ശ്രീദേവി അവരെ വെച്ച് ആദ്യപാടമൊന്ന് പടമെടുത്തു. ഷീല, പ്രേം നസീർ, ജയൻ തുടങ്ങിയവരെ പറ്റി അച്ചാരോ അമ്മണി ഓശാരോ അമ്മല എന്ന് പറഞ്ഞൊരു പടമെടുത്തു. ശാരദയെ പ്രധാന കഥാപാത്രയെ കൊണ്ട് ഞാനൊരു പടമെടുത്തു. അങ്ങനെ സംവിധാനം ചെയ്തിട്ടുണ്ട്. ചില പടങ്ങളൊക്കെ വിജയിച്ചു, ചില പടങ്ങളൊക്കെ വിജയിച്ചില്ല എന്നും വരാം. പക്ഷേ ഇനിയും കുട്ടികളുടേതായ ഒരു ചിത്രം അത് എടുക്കണം എന്നെ ഒരാഗ്രഹം. ഇനിയും വളരെയധികം പടത്തിൽ അഭിനയിച്ച് ആളുകളെ ചിരിപ്പിച്ചും രസിപ്പിച്ചും ഒരു ജീവിതം മുൻപോട്ട് കൊണ്ടുപോകണമെന്നാണ് എൻ്റെയും പ്രേക്ഷകരുടെയും എല്ലാവരുടെയും ആഗ്രഹം. അതിനുവേണ്ടി ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇറങ്ങും.